റോൾസ് റോയ്സ് ഫേക്ക് ആണ്. ഇന്ന് പ്രധാനപ്പെട്ട വ്യവസായികളും സെലിബ്രിറ്റീസും ഒക്കെ ഉപയോഗിക്കുന്ന റോൾസ് റോയ്സ് കാറുകൾ ഒറിജിനൽ അല്ല, ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം റോൾസ് റോയ്സ് എന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയപ്പെടുന്നത് അതിന്റെ ലെഗസിയാണ്. 100 വർഷത്തിലേറെയായി പല രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ്, പലരും സമ്പത്തിന്റെയും പ്രൗഢിയുടെയും ചിഹ്നമായി റോൾസ് റോയ്സ് വാങ്ങുന്നത് പോലും ഈ പാരമ്പര്യം കൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ റോൾസ് റോയ്സ് വെറും 22 വർഷം മാത്രം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. 100 Days 100 Stories Day 42. സംഭവം എങ്ങനെയാണ്? യഥാർത്ഥ റോൾസ് റോയ്സ് കമ്പനി 1971 ബാങ്ക്രപ്റ്റഡ് ആയി. ലോൺ എടുത്ത പണം തിരികെ അടയ്ക്കാതെ റോൾസ് റോയ്സ് കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ബിസിനസ് മുഴുവനും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. 1973 യഥാർത്ഥ റോൾസ് റോയ്സ് മോട്ടോഴ്സ് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയി എയർക്രാഫ്റ്റ് ആൻഡ് മറൈൻ എഞ്ചിൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 98 റോൾസ് റോയ്സിനെ വോക്സ് വാഗൺ വാങ്ങുകയാണ്. അവർക്ക് സ്വന്തമായിരുന്ന ഡിസൈൻ, ഫാക്ടറി, ഓഫീസ് എല്ലാം വോക്സ് വാഗൺ സ്വന്തമാക്കിയെങ്കിലും റോൾസ് റോയ്സ് എന്ന പേരും അവരുടെ ലോഗോയും വാങ്ങാൻ വോക്സ് വാഗണ് കഴിഞ്ഞില്ല. കാരണം ആ പേരും ലോഗോയും ഓൾറെഡി ഒരു വലിയ തുകയ്ക്ക് BMW സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അത് വലിയ നിയമതർക്കത്തിലേക്കൊക്കെ പോയെങ്കിലും പിന്നീട് അവർ ഒത്തുതീർപ്പിലായി. അങ്ങനെ പഴയ റോൾസ് റോയ്സിന്റെ ടെക്നോളജിയും ഡിസൈനും ഒക്കെ ഉപയോഗിച്ച് വോക്സ് വാഗൺ നിർമ്മിക്കുന്ന കാറുകൾക്ക് അവർ ബെൻലി എന്ന് റീബ്രാൻഡ് ചെയ്തു. 2003 റോൾസ് റോയ്സിന്റെ ഐക്കോണിക് ഗ്രില്ലും സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ലോഗോയും കിട്ടിയ BMW അവരുടെ ആദ്യത്തെ റോൾസ് റോയ്സ് കാർ ഫാന്റം പുറത്തിറക്കി. ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ മേന്മ പേറുന്ന റോൾസ് റോയ്സ് ഇന്ന് എയർക്രാഫ്റ്റിന്റെയും മറൈന്റെയും എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. നമ്മൾ കാണുന്ന റോൾസ് റോയ്സ് മെയ്ഡ് ബൈ BMW.